അപ്ര എന്ന് പറയുന്നത് നമ്മൾക്ക് രജിസ്ട്രേഷൻ തരുന്ന ഓർഗനൈസേഷനാണ്. നമ്മൾ എൻക്ലക്സ് ആറിന് എക്സാം എഴുതുന്നതും ഓസ്കി പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതും എല്ലാം അപ്ര ത്രൂ ആണ്. അപ്രയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ നിന്നാണ് നമുക്ക് രജിസ്ട്രേഷൻ ലഭിക്കേണ്ടത്. ആ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓസ്ട്രേലിയയിൽ നമുക്ക് ജോലി സെർച്ച് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. ആൻമാക്ക് എന്ന് പറയുന്നത് സ്കിൽ അസസ്മെന്റ് ആണ്. നമ്മൾ ഓസ്ട്രേലിയയിൽ PR അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കിൽ അസസ്മെന്റ് ചെയ്യുന്നതാണ് ആൻമാക്കിന്റെ സമയത്താണ് നമ്മുടെ വേരിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ കൂടുതലായി ചെയ്യേണ്ടത്. അപ്രയുടെ സമയത്ത് നമ്മുടെ വേരിഫിക്കേഷൻസ് കാര്യങ്ങൾ കുറവാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം ഞാൻ അപ്രയെ കുറിച്ച് പറയാം, അതെങ്ങനെ ചെയ്യാം, അതിന്റെ സ്റ്റെപ്സ് എന്താണെന്ന് പറയാം. അപ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി. ഈ അപ്ര നമുക്ക് ഒരു 3-4 സ്റ്റെപ്സ് ആണ് ഈ അപ്രയുടെ പ്രൊസീജിയർ. പലർക്കും സംശയമാണ് അപ്ലൈ ചെയ്യുമ്പം എനിക്ക് എക്സ്പീരിയൻസ് വെരിഫിക്കേഷൻ ഉണ്ടോ, കോളേജ് വെരിഫിക്കേഷനോ, അങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവും. എക്സ്പീരിയൻസ് വെരിഫിക്കേഷനോ കോളേജ് വെരിഫിക്കേഷനോ അപ്ലൈ ചെയ്യുന്ന സമയത്തോ എൻക്ലക്സ് ആറിന്റെ സമയത്തോ നിങ്ങൾക്കില്ല. ഇപ്പം നിലവിൽ നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്ഥാപനം നമുക്ക് ഡോക്യുമെന്റ് തരില്ല, എക്സ്പീരിയൻസ് വെരിഫിക്കേഷൻ തരില്ല എന്ന് കരുതി അപ്പുറം നിങ്ങൾ ചെയ്യാൻ മടിക്കേണ്ടതില്ല. അത്തരം വെരിഫിക്കേഷൻസിന് ആവശ്യം അപ്ലൈയുടെ ഘട്ടത്തിൽ നമുക്കില്ല. അപ്ലൈയിൽ ആദ്യം തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് ചെയ്യുകയാണ്. സെക്കൻഡ്, ഒരു 1 hour ക്ലാസ് ഉണ്ട്. ഒരു ക്ലാസ് ഒരു ഓറിയന്റേഷൻ പോലത്തെ ക്ലാസ് ആണ്. അവിടെ എക്സാംസ് ഒന്നുമില്ല, ജസ്റ്റ് ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് ആണ്. ആ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈലിലേക്ക് നമ്മൾ പോകുന്നത്.